ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിനെ മലക്ക് പറഞ്ഞയക്കുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ദേവയാനിക്ക് അതിലും വലിയ തിരിച്ചടിയാണ് കേട്ടോ. അങ്ങനെ ഇനി നയന ആദർശിന് ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഡിസൈൻ വിദേശ കമ്പനിക്കായിരിക്കും കേട്ടോ. അങ്ങനെ നയനയെ തേടി ആ സന്തോഷ വാർത്ത എത്തണം കേട്ടോ. അങ്ങനെ ആദർശ് ആ സന്തോഷ വാർത്ത എല്ലാവർക്കും മുന്നിൽ വന്ന് പറയാണ്, നയനയെ ഇനി US പറഞ്ഞേക്കാം, നയന ഇനി US പോട്ടെ എന്നുള്ള ആ സന്തോഷം വരണം കേട്ടോ. ഇത് കേൾക്കുന്ന ദേവയാനി ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, തൻ്റെ മകൻ മലക്ക് പറഞ്ഞയക്കുന്നതിനേക്കാൾ വലിയൊരു തിരിച്ചടിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. US അവളോ, അതും ആ ഗോവിന്ദൻ്റെ മകള് അവളോ, അതിനുള്ള അർഹത അവൾക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ജയൻ ദേവയാനിയുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് ദേവയാനിയോട് പറയാണ്, ഇതാണ് ദൈവം എന്നൊരാൾ മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ട് എന്ന് പറയുന്നത്. എന്തിനാണ് നീ നയനയോട് അവരെ ഒന്ന് ടൂറ് പോകുന്നത്, നീ അവരെ വിലക്കിയത്? അതിനല്ലേ നിനക്ക് ഇത്ര ദൈവവിശ്വാസം ഉണ്ടായിട്ടോ? അച്ഛന് അസുഖം മാറാൻ വേണ്ടിയോ? ഒന്നുമല്ല. നീ ഈ മലക്ക് ഞങ്ങളെ കൊണ്ട് മാലയിടിപ്പിച്ചത് നയനയും ആദർശും ഒരുമിച്ച് പോവാതിരിക്കാനും അതുപോലെ തന്നെ അവർ നോൽമ്പ് എടുത്ത് അവർ തമ്മിൽ ഒരുമിച്ച് ചേരാതിരിക്കാനെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയാനിട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ദേവയാനി ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇതേ സമയം അവിടെ ദേവയാനി ജയൻ്റെ മുഖത്തടിച്ച് തന്നെ പറയും, എനിക്കത് തന്നെയാണ്, എനിക്ക് എൻ്റെ മകൻ്റെ ഭാര്യയായി അവൾ ഒരിക്കലും നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ദേവയാനി മാലയിട്ടത് കൊണ്ട് തന്നെ അധികമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ദൈവം അവളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നതെന്താ? അവൾക്ക് അതിലും വലിയ സൗഭാഗ്യമാണ് അവളുടെ കഴിവ്. നയന ഗോവിന്ദന്റെ മകളായിരിക്കും, വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരു അച്ഛൻ്റെ മകളായി എന്ന് കരുതിയിട്ട് അവൾക്ക് യാതൊരു കഴിവുമില്ലാത്തവളാണെന്ന് നീ കരുതേണ്ട. നിന്നെക്കാളും നിന്റെ മക്കളെക്കാളും ഏറ്റവും തൻ്റെയും എല്ലാം കഴിവുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ടല്ലേ ഇത്രയും നാളും നമ്മുടെ ഈ ഒരു വീടിന് കിട്ടാത്ത ആ സൗഭാഗ്യം നയന വന്നതിന് ശേഷം കിട്ടിയത്. അത് കേൾക്കുന്ന ദേവയാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഇപ്പോൾ അവളെ തിരക്കി US പോകാനുള്ള ഫ്ലൈറ്റ് കയറാനുള്ള ആ വിദേശ യാത്ര അവൾക്ക് എത്തിയില്ലേ? ഇനി നിനക്ക് എന്താ പറയാനുള്ളത്? എന്നാൽ നീ ഇപ്പോൾ എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിച്ചിട്ടില്ലേ? അവള് നിന്നെ മുടിപ്പിക്കത്തേ ഉള്ളൂ. അവൾ ഈ വീടിന് ഒരു സൗഭാഗ്യവും ഉണ്ടാക്കില്ല. അവൾ പേരുദോഷമാണ് ഉണ്ടാക്കുക. പണ്ട് നവ്യ ഇവിടെ കയറി വന്നതിൽ എത്ര മീഡിയക്കാർ ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടി, അതൊക്കെ നീ ഓർക്കുന്നുണ്ടോ? അതിലപ്പുറമായിരിക്കും അവിടെ മീഡിയക്കാരാണെങ്കിൽ ഇവിടെ പോലീസുകാരായിരിക്കും വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദേവയാനിയുടെ മുന്നിൽ നിന്നും അങ്ങ് പോകുമ്പോൾ ദേവയാനി ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇപ്പം ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ പറയുന്നത് പോലെ നവ്യ മീഡിയക്കാരെ വരുത്തിയെങ്കിൽ ഇവിടെ പോലീസൊക്കെ വരിക എന്ന് പറയുന്നത് ആ മാലയെ സംബന്ധിച്ച് എന്തെങ്കിലും രഹസ്യം ഈ ജയേട്ടന് അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചിന്തിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ നയനയോട് വന്നിട്ട് ആദർശ് പറയാണ്, ഞാൻ മലക്ക് മാലയിട്ടെങ്കിലും കൂടിയിട്ട് നിനക്ക് വിദേശത്തോട്ട് പോകാനുള്ള ആ സൗഭാഗ്യം കിട്ടിയില്ലേ, നീ അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയുമ്പോൾ നയന പറയാണ്, അങ്ങനെയുള്ള സൗഭാഗ്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആദർശേട്ടൻ എവിടെയുണ്ടോ അവിടെ നിൽക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. പണ്ടേ എനിക്ക് സ്വത്തിനോടും മുതലിനോടും അങ്ങനെയുള്ള ഒരു ആർത്തിയൊന്നും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ചേച്ചിക്ക് അങ്ങനെയുണ്ടായിരുന്നു, പക്ഷേ എനിക്കുണ്ടായിട്ടില്ല എന്ന് പറയാം കേട്ടോ. ഇതേ സമയം ആദർശ് പറയണേ, അങ്ങനെയല്ല, ഇപ്പോൾ നിനക്ക് ഉണ്ടാവണം. കാരണം നിങ്ങളെ ഇപ്പോൾ ഈ വീട്ടിൽ എല്ലാവരും താഴ്ത്തിക്കെട്ടുന്നത് ഈ ഒരു പണത്തിൻ്റെ പേരിലല്ലേ? എന്നാൽ അത് നിങ്ങൾ മാറ്റണം. നിന്റെ കഴിവ് കൊണ്ട് തന്നെ നീ പണം ഉണ്ടാക്കി ഇവരുടെ ഇടയിൽ നീ വലിയൊരാളാവണം. അത് എൻ്റെയും കൂടി ആഗ്രഹമാണ്. അത് നീ എനിക്ക് നിറവേറ്റണം. അതുകൊണ്ട് നീ വിദേശ കമ്പനിയിലോട്ടുള്ള ആ യാത്ര അത് പോകണമെന്ന് പറയണേട്ടോ. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന അതേ മോഡലുകൾ നീ വരച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനെ പറയണം, ആദർശേട്ട എന്നാലും എന്ന് പറയുമ്പോൾ ഇതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് അവിടെ നവ്യ അവിടെ വന്ന് പറയണേട്ടോ. നയന, നീ പോണം, അത് എനിക്കും കൂടിയാണ് നീ പോകുന്നത്. കാരണം നമ്മുടെ അച്ഛനും അമ്മയും പാവപ്പെട്ടവരാണെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് യാതൊരു കുറവുകളും വരുത്താതെയാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. എല്ലാ സൗഭാഗ്യത്തോടും കൂടി തന്നെയാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ അടുത്താണ് തെറ്റുപറ്റിയത്. ഈ വീട്ടിലോട്ട് വന്ന് കയറാൻ കാരണക്കാരി ഞാനാണ്. എങ്കിലും കൂടി നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി, അതിൽ ഞാനിപ്പോൾ സന്തോഷിക്കുന്നു. എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയല്ല. അബി എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിട്ട് പോലും അവൻ എന്നോട് ഇതുവരെ ഒരു സ്നേഹമില്ല. അവൻ പണത്തിന്റെ പിറകെ പോകുന്നു. അവന്റെ അമ്മയെ പോലെ ജീവിതം എന്തെന്ന് ആസ്വദിക്കാൻ കഴിവില്ലാത്തവനാണ് അബി എന്നൊക്കെ ഇങ്ങനെ അവിടെ നവ്യ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ആദർശ് പറയും, അബിയും മാറുന്നൊരു ദിവസം വരും നവ്യ, അതൊക്കെ ക്ഷമിക്കൂ. ഞാൻ എങ്ങനെയായിരുന്നു, എനിക്ക് നയനയെ എന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും നിങ്ങൾ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ, അബി നിന്നെ തിരിച്ചറിയുമെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഈ ഒരു വാർത്ത അനാമികയുടെ ചെവിയിലെത്താണ്. അനാമികക്ക് താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ അനാമിക തൻ്റെ ഫോൺ എടുക്കാണ്. അമ്മേ,
അവൾ വിദേശത്തോട്ട് പോവാണ് ഇത്രേ. നമ്മളിപ്പോൾ മലക്ക് മാലയിട്ട് അവളെ ടൂറ് പോകുന്നതിൽ മുടക്കിയപ്പോൾ അവൾക്കിപ്പോൾ വിദേശയാത്രയാണ് അമ്മേ വന്നിരിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് വിളിക്കുമ്പോൾ രേവതി പറയും, എന്താ മോളെ നീ പറയുന്നത്? ആ അമ്മേ, അവൾ വിദേശയാത്രയാണ്, അവൾ പോവുകയാണ് ഇത്രേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ, മോളെ നീ സങ്കടപ്പെടേണ്ട, ആ യാത്ര തടയാൻ എന്നെക്കൊണ്ട് കഴിയും, ഞാൻ ചെയ്തു തരാം നിനക്ക് എന്ന് പറയുമ്പോൾ, അമ്മ എന്നാൽ വരില്ലേ എന്ന് പറയാനിട്ടാ. അങ്ങനെ ഈ സമയം രേവതി അങ്ങോട്ടേക്ക് വീണ്ടും കാലുകുത്താണ്. ഈ യാത്ര എങ്ങനെയെങ്കിലും തടയണല്ലോ. അങ്ങനെ അവൾ എൻ്റെ മകളെ കൊച്ചാക്കിയും കൊണ്ട് വിദേശയാത്ര ഒരിക്കലും പോകാൻ പാടില്ല, അവൾക്ക് അങ്ങനെ ആ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദേവയാനിയുടെ അരികിലോട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനിയോട് കാര്യങ്ങൾ പറയാണ്. ദേ അവൾ ഇനിയിപ്പോൾ വിദേശയാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളിനിയിപ്പോൾ മറ്റുള്ളവരൊക്കെ ഭരണം തുടങ്ങും. ഒരു പക്ഷേ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളുടെ ഒപ്പമല്ലേ നിൽക്കുന്നത്. അതുമാത്രമല്ല ദേവയാനി, നിൻ്റെ ഭർത്താവ് അടക്കം. അതുകൊണ്ട് ഇനി അവളെ ഇപ്പോൾ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ പണവും പ്രതാപമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവൾ നിനക്കിവിടുത്തെ ഈ കിട്ടുന്ന സ്ഥാനമാനങ്ങളൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി ഇങ്ങനെ ചൂട് പിടിപ്പിക്കുമ്പോൾ ജലജയും പറയണേ, ശരിയാണ് ഏട്ടത്തി, ഇവർ പറയുന്നതിൽ കാര്യമുണ്ട്. അവളുടെ കയ്യിൽ ഒരിക്കലും പണം വരാൻ പാടില്ല, അവൾ വിദേശത്തേക്കിട്ട് പോകാനും പാടില്ല. അവൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കനകവും ഗോവിന്ദനേക്കാക്ക് സഹിക്കാൻ കഴിയാത്ത അവളുടെ ചേച്ചി നവ്യ അവരെന്നെ ഇട്ട് പൊരിക്കും. അതുകൊണ്ട് തന്നെ പറഞ്ഞയക്കരുതെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ദേവിയാനിക്ക് ഇവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. നയന ഈ പറയുന്നത് പോലെ അതിനൊന്നും യോഗ്യതയില്ലാത്തവളാണ്. അതുകൊണ്ട് തന്നെ നയനയെ പറഞ്ഞയക്കരുത് എന്ന തീരുമാനവുമായി മുത്തശ്ശന് മുന്നിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശനോട് പറയാണ്, അവളുടെ ചേച്ചി നവ്യ ഗർഭിണിയാണ്. ഇപ്പോൾ നയനയെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ അച്ഛ, എന്തിനാണ് അവളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ അരികിലോട്ട് വരും. അതുമല്ല, അച്ഛന് സുഖമില്ലാത്ത ഈ സമയങ്ങളിൽ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് ഈ പറയുന്ന നയനയല്ലേ. നയന പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ കാര്യങ്ങളിലെല്ലാം താളം തെറ്റും എന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ മുത്തശ്ശൻ പറയും, എൻ്റെ കാര്യങ്ങൾ ആദ്യമെല്ലാം ചെയ്തു തന്നിരുന്നത് നീ ആയിരുന്നല്ലോ ദേവയാനി, ഇപ്പോഴെന്താ നിനക്കതിലൊരു മാറ്റം? നീയൊന്ന് മനസ്സ് വെച്ചാൽ നിനക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ പറ്റും. അതല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നവ്യ ചെയ്തു തരും, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ നയനക്ക് കിട്ടിയ ഈ സൗഭാഗ്യം അങ്ങനെ തട്ടിക്കളയാൻ പറ്റില്ല. അവൾ പോട്ടെ, അവൾ വിദേശത്തോട്ട് പോട്ടെ, അവൾ US-ലൊക്കെ പോയി നല്ല ഡിസൈനൊക്കെ വരച്ച് ഈ പറയുന്ന കനകത്തിൻ്റെയും ഗോവിന്ദൻ്റെയും കുടുംബം അവൾ മുഖേന രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അനന്തപുരിയിലോട്ട് അവളുടെ സ്വത്തും പണവും ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവൾ രക്ഷപ്പെടട്ടെ. എന്തായാലും ഇതിന് ഞാൻ ഒപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ വസുന്ധരയെ അവിടെ ദേവയാനിയോട് അത് തന്നെ പറയാൻ കേട്ടോ. നയനയെ പറഞ്ഞു വിടണം, നയനെ പോകണം, വിദേശത്തോട്ട് അവൾ പോകണം, അവൾ വലിയൊരു പേര് കേട്ടവളായി മാറണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനിയുടെ ഉള്ളിങ്ങനെ പൊള്ളിത്തുടങ്ങണം കേട്ടോ. ഇതിനപ്പുറമാണ് അനാമികക്ക് ആ പോക്ക് തടയാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ആലോചിച്ച് നടക്കും. പക്ഷെ ആ വഴികളൊന്നും അനാമികയുടെ അമ്മക്കും അത് വില പോവാതെ കാറ്റിൽ പറത്തിയതുപോലെ അങ്ങ് പോവും. പിന്നീട് നയന വിദേശത്തോട്ട് പറക്കുകയും കൂടെ ആദർശ് പോകുന്നതും നോക്കുകുത്തിയായി കണ്ടു നിൽക്കേണ്ടി ദേവയാനിക്കും വരൂട്ടോ. അപ്പം അങ്ങനെയൊക്കെ നല്ല കിടലൻ സീനുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഇനി നയനക്കല്ല തകർച്ച, ഇവിടെ ദേവയാനിക്കും അനാമികക്കുമാണ് ഇനി തകർച്ചകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.